മതാധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയും സഹനങ്ങളുടെ കൂട്ടുകാരിയായ വിശുദ്ധ അൽഫോൻസ അമ്മയെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പ്രധാന ദാനമാണ് വിശുദ്ധ അൽഫോൻസ. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് അവൾ വഹിച്ചത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുരിത വഴികളാണ്. 1910 ഓഗസ്റ്റ് 19 കുടമാളൂർ ഇടവകയിലെ മുറ്റത്തുപറമ്പിൽ എന്ന കുടുംബത്തിലെ ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളാണ് വിശുദ്ധ അൽഫോൻസ ജനിച്ചു. അന്നക്കുട്ടി എന്ന പേര് അവർ മകൾക്കു നൽകി. ചെറുപ്രായത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ വളർത്തിയത് പേരമ്മയും വലിയമ്മയും ചേർന്നാണ്. ആത്മീയ ജീവിതത്തിൻ്റെ വിത്തുകൾ അവളിൽ ചെറുപ്രായത്തിൽ തന്നെ വിതച്ചിരുന്നു. 5 വയസ്സുള്ളപ്പോൾ തന്നെ അന്നക്കുട്ടി കുടുംബ പ്രാർത്ഥന നയിച്ചിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവളെ ചിട്ടയിലും നിയന്ത്രണത്തിലുമാണ് വളർത്തിയത്. നാട്ടുനടപ്പനുസരിച്ച് വിവാഹപ്രായമായപ്പോൾ അന്നമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അന്നക്കുട്ടിക്കാകട്ടെ കർത്താവിൻ്റെ മണവാട്ടിയാവാൻ അതിയായ ആഗ്രഹം. അവൾ വിവാഹം ഒഴിവാക്കുന്നതിനായി തൻ്റെ പാദങ്ങളും തീയിൽ പൊള്ളിക്കുക വരെയുണ്ടായി. ഒടുവിൽ 1927 അവൾ ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. 1928 ശിരോവസ്ത്രവും 1930 സഭാവസ്ത്രവും അവൾ സ്വീകരിച്ചു. ശിരോവസ്ത്രം സ്വീകരിക്കുന്ന സമയത്താണ് അന്നക്കുട്ടി അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചത്. ജീവിത സങ്കടങ്ങളുടെ തിരശ്ശീലയ്ക്ക് മുൻപിൽ സുസ്മിത വദനവുമായി പ്രത്യക്ഷപ്പെടുന്നവരാരോ അവർ മഹാൻ എന്നത്രേ അൽഫോൻസയുടെ മതം. കുരിശ് തന്നാണ് ഈശോ സ്നേഹിക്കുന്നതെന്നും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് കുരിശുകളും സങ്കടങ്ങളും കൊടുക്കുകയുള്ളൂ എന്നും അൽഫോൻസാമ്മ വിശ്വസിച്ചു. തൻ്റെ ജീവിതത്തിൽ മറ്റാരും അനുഭവിക്കാത്തത്ര വിഷമതകളും കഷ്ടപ്പാടുകളും അവർക്കുണ്ടായി. ജീവിതാവസാനം വരെ നീണ്ടുനിന്ന ഈ സഹനം വഴി ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിയിൽ ലയിക്കുവാൻ വിശുദ്ധ കൊതിച്ചു. സഹനങ്ങൾക്കൊടുവിൽ 1946 ജൂലൈ 28 അൽഫോൻസാമ്മ ഇഹലോകവാസം വെടിഞ്ഞത്. ജന്മനാ കാലുള്ളിലേക്ക് വളഞ്ഞിരുന്ന ഒരു ബാലന്റെ അത്ഭുതകരമായ രോഗശാന്തിയാണ് അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ കാരണമായത്. മരണശേഷം ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂലൈ 19 മുതൽ 28 വരെ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ തിരുനാൾ അവസരത്തിൽ സഹനങ്ങളിൽ പതരാതെ അൽഫോൻസാമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുരിശ് തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്. അവിടുന്ന് തരുന്ന കാസ ഞാൻ മട്ടോളം കുറിച്ചിറക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും സഹനങ്ങളും വരുമ്പോൾ അടിപതരാതെ അൽഫോൻസാമ്മയെ പോലെ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.